ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ എന്ന് പറയുന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസ്, ലെറ്റ്സ് റൈറ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ്, നമ്മുടെ സ്റ്റോറി കഴിഞ്ഞതിന് ശേഷം ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്, ലെറ്റ്സ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി. അപ്പോൾ ആ ആക്ടിവിറ്റി ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Then let's write. First question, prepare the diary entry of Yasugi-chan on the day he climbed the tree. അപ്പോൾ എന്താണ് യാസുഗി ചാനിൻ്റെ ഡയറി എൻട്രി എഴുതാനാണ്. ഏത് ദിവസം അവൻ ആ ട്രീ ക്ലൈംബ് ചെയ്ത ദിവസത്തിൻ്റെ യാസുഗി ചാൻ്റെ ഡയറി എഴുതാൻ. അപ്പോൾ നമുക്ക് ആദ്യം ആ ഡയറി ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഒരു ബോക്സിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മളൊരു ഡേറ്റ് കൊടുത്തു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേയും കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡയറിയുടെ കണ്ടൻറ്റിലേക്ക് വരാം. ഇറ്റ് വാസ് മൈ ഡ്രീം ടു ക്ലൈംബ് എ ട്രീ. അപ്പോൾ ഒരു മരം കയറുക എന്നുള്ളത് എൻ്റെ ഡ്രീം ആയിരുന്നു. ഐ യൂസ് ടു ഫീൽ സാഡ് വെൻ ഐ സോ മൈ ഫ്രണ്ട്സ് ക്ലൈംബിങ് ദയർ ട്രീസ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ട്രീ ക്ലൈംബ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ സങ്കടമൊക്കെ വരും. ബട്ട് ടോട്ടോ ചാൻ ഹെൽപ്ഡ് മീ ടു ക്ലൈംബ് ഹെർ ട്രീ. പക്ഷെ ടോട്ടോ ചാൻ എന്ത് ചെയ്തു, ഈ ട്രീ ക്ലൈംബ് ചെയ്യാൻ എന്നെ സഹായിച്ചു. ഇറ്റ് വാസ് എ പ്ലസൻറ്റ് എക്സ്പീരിയൻസ്. ഐ വാസ് റിയലി എക്സൈറ്റഡ് വെൻ ഷീ ഇൻവൈറ്റഡ് മീ ടു ഹെർ ട്രീ. അപ്പോൾ എന്താണ് ഈ ടോട്ടോ ചാന് ഇങ്ങനെ അവളുടെ ട്രീ ക്ലൈംബ് ചെയ്യാൻ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വളരെയധികം എക്സൈറ്റഡും സന്തോഷമൊക്കെ തോന്നി. ഓക്കെ, അറ്റ് ഫസ്റ്റ് ഐ കുഡിൻ ക്ലൈംബ് ഈവൻ ദ ഫസ്റ്റ് റങ് ഓഫ് ദ ലാഡർ. അപ്പോൾ ആദ്യം എനിക്ക് കയറാനൊന്നും പറ്റിയില്ല. ഐ ഫെൽ ലൈക്ക് ക്രൈങ്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ബട്ട് ടോട്ടോ ഗേവ് മീ കോൺഫിഡൻസ്. സംഹൗ ഐ മാനേജ്ഡ് ടു ക്ലൈംബ് ദ ട്രീ. വൈൽ സിറ്റിംഗ് ഓൺ ദ ട്രീ ഐ ഫെൽറ്റ് ഐ വാസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. പക്ഷേ ഈ ടോട്ടോ എന്നെ സഹായിച്ചു. എന്നിട്ട് ഞാൻ കയറി. ദെൻ ഈ ട്രീയുടെ ടോപ്പിൽ കയറിയപ്പോൾ എനിക്ക് വേൾഡിലെ തന്നെ ടോപ്പിൽ എത്തിയ പോലെയാണ് തോന്നിയത്. ഐ ആം ലക്കി ടു ഹാവ് എ ലവിങ് ഫ്രണ്ട് ലൈക്ക് ടോട്ടോ. അപ്പോൾ ടോട്ടോയുടെ പോലെ ഒരു ഫ്രണ്ട് ഉള്ളത് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ വളരെയധികം ലക്കിയാണ്, ഭാഗ്യവാനാണ്. ഐ ക്യാൻ നെവർ ഫോർഗോട്ട് ദിസ് ഡേ. എനിക്ക് ഈ ദിവസം മറക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആ ഡയറി എൻട്രി അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. The next question number 2. You have read the passage. Now tell something about Toto-chan. അപ്പോൾ നിങ്ങൾ ആ പാസേജ് വായിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ടോട്ടോ-ചാനെ കുറിച്ചിട്ട് പറയാം. വാട്ട് കൈൻഡ് ഓഫ് ഗേൾ ഈസ് ഷീ. അപ്പോൾ ടോട്ടോ-ചാൻ ഏത് തരം പെൺകുട്ടിയാണ്? ഡു യു വോണ്ട് ടു ബി ലൈക്ക് ഹെർ. അപ്പോൾ അവളെ പോലെ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ? ഷീ ബ്രേവ് ആൻഡ് ഹെൽപ്ഫുൾ ബൈ നേച്ചർ. അപ്പോൾ ബ്രേവ് ആണോ, അതുപോലെ തന്നെ ഈ നേച്ചറിനൊക്കെ സഹായിക്കുന്ന ഒരു കുട്ടിയാണോ? ഷി വാണ്ടഡ് ടു ക്രൈ ബട്ട് ഷി ഡിഡ് നോട്ട്. വൈ. അപ്പോൾ അവൾക്ക് കരയണം, പക്ഷെ അവൾ കരയുന്നില്ല, എന്തുകൊണ്ട്? ഗോ ത്രൂ ദ പാസേജ് വൺസ് അഗെയിൻ. ആഫ്റ്റർ റീഡിങ് എവറി പാരഗ്രാഫ് യു ക്യാൻ റൈറ്റ് 1 or 2 sentences about Toto. Finally, you will get a write-up on Toto-chan. Give a title to your note on Toto. You may draw her picture too. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മുടെ പാസേജ് ഒന്നും കൂടിയും വായിക്കുക. അപ്പോൾ അതിലത്തെ ഓരോ പാരഗ്രാഫിൽ നിന്നും ടോട്ടോനെ കുറിച്ച് ഓരോ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ടോട്ടോ-ചാൻ്റെ ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. റൈറ്റപ്പിന് എന്താണ്, ഒരു ടൈറ്റിലും കൂടെ കൊടുത്തിട്ട് വേണം തയ്യാറാക്കാൻ. അപ്പോൾ കൂട്ടുകാർ ഈ പാരഗ്രാഫ് ഒന്ന് പാസേജ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിളായിട്ട് നമുക്കൊന്ന് റൈറ്റപ്പ് നോക്കി നോക്കാം. Loving Toto. Toto-chan is a very loving and helpful girl. She is always ready to help others. She showed great concern for Yasugi-chan, her differently abled friend. എന്താണ് അപ്പോൾ ഈ ടോട്ടോ-ചാൻ എന്ന് പറയുന്നത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലവിങ് ഗേൾ ആണ്. മറ്റുള്ളവരെ എപ്പോഴും അവൾ സഹായിക്കും. ദെൻ യാസുഗി-ചാനെ അവൾ സഹായിക്കും. യാസുഗി-ചാൻ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ഷീ ഇൻവൈറ്റഡ് him to her tree and longed to have him climb it. എന്താണ് യാസുഗി-ചാൻ എന്ത് ചെയ്തു,
യാസുകി ചാന് ടോട്ടോ ചാനെ വിളിച്ചു. എന്തിനാണ്? അവളുടെ ട്രീ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷീ ഈസ് സോ സപ്പോർട്ടീവ് ആൻഡ് കെയറിങ് ഫോർ അതേഴ്സ്. അപ്പോൾ യാസുകി ചാൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടോ ചാൻ എന്ന് പറയുന്നത് വളരെ അധികം സപ്പോർട്ടീവും അതുപോലെ തന്നെ കെയറിങ്ങുമാണ്. ഷീ ട്രീറ്റഡ് യാസുകി ചാൻ ഇൻ ദ സിസ്റ്റർലി വേ. when he felt sad, she tried to cheer him up. She gave him confidence and encourage. അപ്പോൾ യാസുകി ചാന് വേണ്ട കോൺഫിഡൻസും എൻകറേജും ഒക്കെ ഈ ടോട്ടോ ചാന് കൊടുക്കും. എന്തിനു വേണ്ടിയുള്ള കോൺഫിഡൻസ് ആണ്? ഹിം ടു ക്ലൈംബ് ദ ട്രീ. ആ ട്രീ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കോൺഫിഡൻസും എൻകറേജും ഒക്കെ കൊടുത്തിരുന്നു. ഷീ ഈസ് കോൺഫിഡൻറ്റ് ടു. അപ്പോൾ എന്താണ്? ഈ ടോട്ടോ ചാനും കോൺഫിഡൻ്റ് ആണ്. ഈവൻ ദോ ഷീ ഫെയിൽഡ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു മേക്ക് ഹിം ക്ലൈംബ് ദ ലാഡർ, ഷീ വാസ് നോട്ട് റെഡി ടു ഗീവ് അപ്പ്. ഷീ ഈസ് ബ്രേവ് ഇനഫ് ടു റിസ്ക് ഹെർ ലൈഫ് ടു ഹെൽപ്പ് അതേഴ്സ്. ഷീ ഈസ് എ റോൾ മോഡൽ ഫോർ അസ് ടു ഹെൽപ്പ് അതേഴ്സ്. അപ്പോൾ എന്താണ്? മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളതിൽ നമ്മുടെ ഒരു റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു വ്യക്തി കൂടിയാണ് ടോട്ടോ ചാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. Then third question, Toto Chan decided to invite Yasugi Chan to climb her tree. What would their conversation be? എന്താണ്? ടോട്ടോ ചാൻ എന്ത് ചെയ്തു? യാസുകി ചാനെ ഇൻവൈറ്റ് ചെയ്തു, ട്രീ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവേഴ്സേഷൻ എന്തായിരിക്കും? അവർ തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും? അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ടോട്ടോ ചാൻ പറയും, ഹലോ യാസുകി, ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോൾ യാസുകി ചാൻ, ഗുഡ് മോർണിംഗ് ടോട്ടോ, വേർ ആർ യു ഗോയിങ്? നീ എവിടേക്കാണ് പോകുന്നത്? ദെൻ ടോട്ടോ ചാൻ പറയും, ഐ ആം ഗോയിങ് ടു ക്ലൈംബ് മൈ ട്രീ. അപ്പോൾ ഞാൻ എൻ്റെ ട്രീ ക്ലൈംബ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ ബിഗ് ട്രീ, ഇറ്റ് ഈസ് ഈസി ടു ക്ലൈംബ്. അപ്പോൾ അതൊരു വലിയ ട്രീ അല്ല, അത് ക്ലൈംബ് ചെയ്യാൻ ഇത്ര ഈസി ആണോ എന്ന് ചോദിക്കുകയാണ് ആര്? യാസുകി ചാൻ. ദെൻ ടോട്ടോ ചാൻ പറയും, നോ ഇറ്റ് ഈസ് സ്ലിപ്പറി ബട്ട് ഐ ക്യാൻ ക്ലൈംബ് ഇറ്റ് സ്കിൽഫുള്ളി. പക്ഷേ എന്താണ്? അത് കുറച്ച് സ്ലിപ്പറി ആണ്, പക്ഷേ എനിക്കത് ക്ലൈംബ് ചെയ്യാൻ പറ്റുമെന്ന് ടോട്ടോ ചാൻ പറയാണ്. Then Yasugi Chan, it is fun sitting on the tree. Toto Chan, look at the fog. It is comfortable as a hammock. Sitting there, we can see many things in the distance. Then Yasugi Chan, is it? I have never climbed a tree. അപ്പോൾ എന്താണ്? ഇതിൻ്റെ മേലെ പോയാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദെൻ അപ്പോൾ യാസുകി ചാൻ പറയാണ്, അങ്ങനെയാണോ? ഞാൻ ഇതുവരെ ഒരു ട്രീ ക്ലൈംബ് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ദെൻ ടോട്ടോ ചാൻ, ഡു യു വിഷ് ടു ക്ലൈംബ് മൈ ട്രീ? അപ്പോൾ നിനക്ക് എൻ്റെ ട്രീ ക്ലൈംബ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ടോട്ടോ ചാൻ. ദെൻ യാസുകി ചാൻ പറയും, ഐ വുഡ് ലവ് ടു ബട്ട് ഹൗ ക്യാൻ ഐ ക്ലൈംബ് എ ട്രീ? എനിക്ക് കയറാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ട്രീ ക്ലൈംബ് ചെയ്യുമെന്ന് യാസുകി ചാൻ ചോദിക്കുകയാണ്. ഐ വിൽ ഹെൽപ്പ് യു ബട്ട് കീപ് ഇറ്റ് ആസ് എ സീക്രറ്റ്. അപ്പോൾ ടോട്ടോ ചാൻ പറയാണ്, ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷേ ഇതൊരു സീക്രറ്റ് ആയിട്ട് വെക്കണമെന്ന്. യാസുകി ചാൻ, ഓക്കെ, താങ്ക് യു വെരി മച്ച് ടോട്ടോ. അപ്പോൾ ടോട്ടോനോട് നന്ദി പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോൺവേഴ്സേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. Then question number 4, make a speech congratulating Toto for encouraging Yasugi Chan to climb the tree. എന്താണ്? make a speech congratulating Toto. ടോട്ടോനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കാൻ. എന്തിനാണ്? for encouraging Yasugi Chan to climb the tree. ഈ യാസുകി ചാനെ എൻകറേജ് ചെയ്തിട്ട് ട്രീ ക്ലൈംബ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതുമായി സംബന്ധിച്ച് ടോട്ടോ ചാനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പീച്ച് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. എ വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ പ്രസൻറ്റ് ഹിയർ. അപ്പോൾ ആദ്യം എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയുകയാണ്. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ വി ഓൾ ഹാവ് gathered here to congratulate our friend Toto Chan who helped Yasugi Chan to climb a tree. Toto has done a great deed by helping differently abled boy to fulfill his ambition. No other child concerned him when they climbed their trees and had fun, but Toto Chan realized his desire and gave him all her support. She was risking her life to help him. She is a real hero. Dear Toto, we are so proud of you. We appreciate your love and dedication towards helping others. You are an inspiration for us to help others. We would
കോഹ്ലി കൺഗ്രാജുലേറ്റ് യു ഓൺ ദസ്. താങ്ക് യു. അപ്പോൾ എന്താണ് നമ്മുടെ ടോട്ടോ ചാനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്പീച്ച് പറയുകയാണ്. ദെൻ ആ സ്പീച്ചിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. Then next question number 5. The children in Toto Chan school loved and protected trees very much. What do you do to protect trees in your school? Write about it. അപ്പോൾ എന്താണ് the children in Toto Chan school, ടോട്ടോ ചാൻ്റെ സ്കൂളിലത്തെ കുട്ടികൾ എന്ത് ചെയ്തിരുന്നു? അവർക്ക് ഈ ട്രീസിനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഈ ട്രീസിനൊക്കെ അവർ സംരക്ഷിച്ചിരുന്നു. വാട്ട് ഡു യു ഡു ടു പ്രൊട്ടക്ട് ട്രീസ് ഇൻ യുവർ സ്കൂൾ? അപ്പോൾ നമ്മുടെ സ്കൂളിലെ ട്രീസ് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും? റൈറ്റ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അവയെക്കുറിച്ചിട്ട് എഴുതാൻ. കൂട്ടുകാരുടെ സ്കൂളിലത്തെ മരങ്ങളൊക്കെ വെട്ടാണ്ടിരിക്കാനും മരങ്ങളൊക്കെ സംരക്ഷിക്കാനും കൂട്ടുകാർ എന്തൊക്കെ ചെയ്യുന്നു വെച്ചാൽ അതാണ് എഴുതേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി വിൽ നോട്ട് അലോ എനിവൺ ടു കട്ട് ട്രീസ്. അപ്പോൾ ഞങ്ങൾ ആരെയും തന്നെ മരം വെട്ടാനായിട്ട് അനുവദിക്കില്ല. ദ ട്രീസ് വിൽ ബി ഫെൻസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ അവിടെയുള്ള സ്കൂളിലുള്ള മരങ്ങളൊക്കെ ചുറ്റും വേലി കെട്ടിയിട്ട് സംരക്ഷിക്കും. വി വിൽ വാട്ടർ ദ ട്രീസ്. അപ്പോൾ ഞങ്ങൾ ആ ട്രീസിന് വെള്ളമൊക്കെ ഒഴിക്കും. ഫെർട്ടിലൈസേഴ്സ് വിൽ ബി provided for the trees to grow and weeds around the trees will be removed. എന്താണ് അപ്പോൾ ഈ ട്രീസിന് ആവശ്യമായ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുക്കുകയും ദെൻ അനാവശ്യമായിട്ടുള്ള വീഡ്സ് ഒക്കെ അവിടുന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ മരങ്ങളെയും പ്ലാന്റ്സിനെയും ഒക്കെ സംരക്ഷിക്കാറ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ലെറ്റ്സ് റൈറ്റ് എന്ന് പറയുന്ന പോർഷനിൽ എന്ന് പറഞ്ഞ പാർട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ യൂണിറ്റിൽ കുറേ ആക്ടിവിറ്റീസ്, മെയിനായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.